ഇവിടെ നമുക്കറിയാം CPM-ഉം CPI-യും ഒക്കെ ഈ വിഷയത്തിൽ ഇവരൊക്കെ മാറി മാറിയാണല്ലോ, ഇവരുടെ പ്രതിനിധികളാണല്ലോ ദേവസ്വം ബോർഡുകൾ ഭരിക്കുന്നത്. ഇന്നിപ്പോൾ രാവിലെ മുൻ ദേവസ്വം മന്ത്രിയെ പിണറായി വിജയൻ കണ്ടത് വലിയ വാർത്തയായിരുന്നു. AKI സെന്ററിൽ വെച്ച് പ്രതിപക്ഷം പ്രധാനമായും ആക്ഷേപം ഉന്നയിക്കുന്നത് അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരെയാണ്. സുരേന്ദ്രനാണിത് വിറ്റത് എന്നുള്ള ആക്ഷേപമൊക്കെ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചു. ഈ വിഷയത്തിൽ അങ്ങനെ ഒരു നിലപാടുമെടുക്കേണ്ടി വരും. ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരൊക്കെ ഇപ്പോഴും CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കളായി തുടരുന്നവരാണ്. അതുകൊണ്ട് എന്താണെന്നേ, ഇപ്പോ ഭരിക്കുന്ന സർക്കാർ ഏത് മുന്നണിയാണ്, ഏത് പാർട്ടിയാണ്, അതിനെയൊക്കെ ആസ്പദമാക്കിയാണ് ദേവസ്വം ബോർഡിൽ പ്രസിഡന്റുമാരും അംഗങ്ങളും ഒക്കെ വരുന്നുള്ളത് ആർക്കാണ് അറിയാത്തത്? അതൊരു പുതിയ കാര്യമൊന്നുമല്ല. പക്ഷേ ഇപ്പോ ശ്രീ സക്കറിയ ജോർജ് പറഞ്ഞില്ലേ, CBI അന്വേഷിക്കുന്നതാണ് ഉചിതം. ആർക്കാണ് തർക്കം? ആരെങ്കിലും തർക്കം പറഞ്ഞോ CBI അന്വേഷിക്കരുതെന്ന്? ഹൈക്കോടതിയാണല്ലോ CBI പ്രഖ്യാപിച്ചത്. സർക്കാർ പറഞ്ഞു നിങ്ങളുടെ വാദം അല്ല, അറ്റ് ദിസ് ടൈം SIT എന്നാ പറഞ്ഞത് ഹൈക്കോടതി പറഞ്ഞത്. എന്തെങ്കിലും ഉണ്ട് വസന്ത, അതെന്തെങ്കിലും ഉണ്ട്, ഉത്തരവ് എന്തെങ്കിലും ഉണ്ട്. CBI വേണ്ടെന്ന് നിങ്ങൾ പറഞ്ഞു. CBI വേണ്ടെന്ന് നിങ്ങൾ പറഞ്ഞു. ഇനി ബാക്കി പറയും. അല്ല, CBI ഇത് ഈ 6 ആഴ്ചത്തെ അന്വേഷണം കഴിഞ്ഞ് അന്വേഷണ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കണം. സമർപ്പിച്ചു കഴിഞ്ഞ അക്കാര്യത്തിൽ നിലപാട് സ്വീകരിക്കേണ്ടത് ഹൈക്കോടതിയാണല്ലോ, എന്ത് വേണമെന്നുള്ളത്. അപ്പൊ ഹൈക്കോടതി ഹൈക്കോടതി വെയിറ്റ് ചെയ്യുന്നത് സർക്കാർ പ്രഖ്യാപിക്കും. ഏതാണ് സർക്കാരിന് എന്താ പ്രയാസം? അല്ല, അത് ഞാൻ പറയാം വസന്തേ. അല്ല, ആ സമയത്ത് അങ്ങനെ തോന്നുകയാണ്, ചെയ്യാം. അതങ്ങനെ ചെയ്യുന്നെങ്കിൽ ഹൈക്കോടതി തന്നെ ചെയ്യട്ടെ. നേരത്തെ തന്നെ സർക്കാരും CPM സംസ്ഥാന സെക്രട്ടറിയും വ്യക്തമാക്കിയൊരു കാര്യമുണ്ട്. ഇക്കാര്യത്തിൽ ഹൈക്കോടതി എന്ത് തീരുമാനിക്കുന്നോ അത് നടപ്പിലാക്കാൻ സർക്കാർ തയ്യാറാണ് എന്നുള്ളത് പരസ്യമായിട്ടാണ് പറഞ്ഞത്, രഹസ്യമായിട്ട് പറഞ്ഞ കാര്യമല്ലല്ലോ. അപ്പൊ ഹൈക്കോടതി എന്ത് നിലപാട് സ്വീകരിക്കുന്നോ അതാണ് സ്വീകരിക്കുക എന്ന് വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട് ഇതിനകം തന്നെ. അതവിടെ നിൽക്കട്ടെ. പിന്നെ മറ്റൊരു കാര്യം, ഇതിൻ്റെ അകത്ത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്ഥിരമായി അങ്ങ് കൊടുത്തുകൊണ്ടിരിക്കുകയാണോ ഇവിടെ ആരെങ്കിലും? അങ്ങനെ 2019 ഇയാള് ഈ കാര്യം ചെയ്തപ്പോഴേക്ക് 40 വർഷത്തേക്കുള്ള സ്പോൺസറായിട്ടാണല്ലോ ഇയാളെ അവരെ അക്നോളജ് ചെയ്തിട്ടുള്ളത്. അതാണല്ലോ 2019 അതാണല്ലോ സംഭവിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഇയാൾ 40 വർഷത്തേക്ക് ഇയാളുടെ പേരിൽ വാറണ്ടി, സ്പോൺസർ എന്നുള്ളതല്ല, സോറി, അതെന്റെ നാക്കുപിഴയാണ്, 40 വർഷത്തേക്ക് ഇയാൾ വാറണ്ടി ഉണ്ട്. ആ വാറണ്ടിയുടെ പേരിലാണ് ഇയാളെ ഇപ്പൊ ഇത് പിടിച്ചേൽപ്പിക്കുന്ന സ്ഥിതി ഉണ്ടാവുന്നത്. അത് തെറ്റാണോ ശരിയാണോ എന്നുള്ളത് ഞാൻ അഭിപ്രായപ്പെടുന്നില്ല. തെറ്റാണെങ്കിൽ തെറ്റാണ്, ശരിയാണെങ്കിൽ ശരിയാണ്. അത് കോടതി തന്നെ തീരുമാനിച്ചോട്ടെ, അതിലൊന്നും എനിക്ക് തർക്കമില്ല. പക്ഷെ ഇത് മുഴുവനും ഈ അവിടെ നടക്കുന്നത് മുഴുവനും തെറ്റുകളാണെന്ന് പറയുമ്പോൾ ഒരുപാട് തെറ്റുകളുടെ ഘോഷയാത്ര വേറെയും ഉണ്ടെന്നേ. ഇതുമായി ബന്ധപ്പെട്ടതല്ലാതെ 3 താഴികക്കുടങ്ങൾ കാണാതെ പോയൊരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാൻ ഇപ്പൊ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് വരുന്നില്ല, ബോധപൂർവം വരുന്നില്ല. എനിക്ക് അതിനകത്ത് കൃത്യമായ ചില കാര്യങ്ങൾ അറിയുകയും ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ എഴുതുകയും ചെയ്തിട്ടുള്ളൂ അത് സംബന്ധിച്ച്. അപ്പൊ അത്തരം കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. പിന്നെ എല്ലാ തരത്തിലുള്ള ഈ ഒരു വിജിലൻസ് സംവിധാനവും അവിടെ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് താങ്കൾ റിട്ടയർഡ് SP പറഞ്ഞത് ശരിയാണ്. എന്താണ് ഇവരുടെയൊക്കെ പണി? അന്വേഷിക്കട്ടെ. ഒരു ഗവൺമെന്റ് മാത്രമല്ലല്ലോ, 99-ൽ മാത്രമല്ലല്ലോ, ഈ വിജയവല്യ വന്നതിന് ശേഷം മാത്രമല്ലല്ലോ ഈ ശബരിമല ഉണ്ടായത്. എല്ലാ ഭരണകൂടങ്ങളുടെ കാലത്തും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അമ്പലക്കള്ളന്മാർ എല്ലായിടത്തും ഉണ്ട് എന്ന കാര്യം സംശയമില്ല. ശ്രീ വസന്ത്,